പാലക്കാട് ജില്ലയിലെ കൊപ്പം മുളയങ്കാവിൽ നമ്മൾ നിർമ്മിച്ച 20 കിലോവാട്ട് സോളാർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ദിവസവും 80 യൂണിറ്റ് കറണ്ട് ഈ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടും. 25,000 രൂപയാണ് ഓരോ മാസം ഇവിടെ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത്. അതാണ് ഇവിടെ മൈനസ് ആയിട്ടുള്ളത്. ഇവർക്ക് മുതൽ മുടക്ക് വന്നിട്ടുള്ളത് 10 ലക്ഷം രൂപയോളമാണ്. അത് 3 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവർക്ക് തിരിച്ചു കിട്ടും. ബാക്കി 22 വർഷം ഇവരിത് ഉപയോഗിക്കുന്നത് ഇവർക്ക് വൻ ലാഭമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സോളാർ പ്ലാന്റിന് പണം മുടക്കുന്നത് നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവുമില്ല എന്നെന്ത് ചെയ്യാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു 5,000 രൂപ ബില്ല് വരുന്നവർ എത്ര കിലോവാട്ട് സോളാർ പ്ലാന്റ് ആണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ 3 കിലോവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ആണ് വെക്കേണ്ടത്. 3 കിലോവാട്ട് സോളാർ പ്ലാന്റിന് ഏകദേശം 2 ലക്ഷം മുതൽ 2,20,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. അതിന് 78,000 രൂപ ഗവൺമെൻറ് നിങ്ങൾക്ക് സബ്സിഡി നൽകുന്നുണ്ട്. ബാക്കി ഒരു 1.5 ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ മുടക്കേണ്ടത്. 5,000 മുതൽ 10,000 വരെ ബില്ല് വരുന്നവർ 5 കിലോവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ആണ് വെക്കേണ്ടത്. അതിന് ഏകദേശം ഒരു 3 ലക്ഷം മുതൽ 3,30,000 രൂപ വരെയാണ് ചിലവ് വരിക. സബ്സിഡി കഴിച്ചുകൊണ്ട് നിങ്ങൾ നൽകേണ്ടത് 2,50,000 രൂപ മാത്രമാണ്. അടക്ക കച്ചവടം ചെയ്യുന്നവരും തേങ്ങ കച്ചവടം ചെയ്യുന്നവരും പറമ്പച്ചവടം ചെയ്യുന്നവരും വരെ ഇപ്പം എന്ത് ചെയ്യാണ്, സോളാറുകൾ വെച്ചു കൊടുക്കുകയാണ്. അതിലൊന്നും നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണ്ട, വെറുതെ കൊടുങ്ങണ്ട. കാരണം സോളാർ വെക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ആഫ്റ്റർ സർവീസ് എന്ത് ചെയ്യണം, ഇതിന് കിട്ടണം. ഇതൊന്ന് കേട് വന്നാൽ വിളിച്ചാൽ എന്ത് ചെയ്യണം, കമ്പനിയുടെ ആളുകൾ ഉടനെ അവിടെ എത്തണം. അപ്പോൾ നല്ല ആളുകളിൽ നിന്നാണ് നിങ്ങൾ സോളാർ സെലക്ട് ചെയ്യേണ്ടത്. ഇവർക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട്, എത്രമാത്രം പരിചയ സമ്പന്നരുണ്ട്, നല്ല എഞ്ചിനീയർ ഇവർക്കുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഇവർക്ക് എത്ര ഷോറൂമുകളുണ്ട്, എവിടെയൊക്കെ ഇവർക്ക് സർവീസ് ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. ബെയ്മെന്റ് സോളാറിന് പട്ടാമ്പിയിൽ, വളാഞ്ചേരിയിൽ, കളമശ്ശേരിയിൽ, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ വരെ ഷോറൂമുണ്ട്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ സർവീസ് ഉണ്ട്. സോളാർ വെച്ചെടുക്കുന്നുണ്ട്. സോളാർ വെച്ചെടുക്കുക മാത്രമല്ല, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ ആഫ്റ്റർ സർവീസ് കൂടി എന്ത് ചെയ്യുന്നു, ഉറപ്പ് വരുത്തുന്നു. 5 വർഷത്തെ ഫ്രീ സർവീസും നമ്മൾ നൽകുന്നുണ്ട്. സബ്സിഡിയുടെ എല്ലാ പേപ്പർ വർക്കും നമ്മൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്തു തരും. നല്ല വൈദ്യുതി ബില്ല് വരുന്നവരാണെങ്കിൽ സോളാറിന് പണം കൊടുക്കുന്നത് നിങ്ങൾക്ക് യാതൊരുവിധ ആശങ്കണ്ട. എത്രയോ ഇരട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മാത്രമല്ല ഇപ്പോൾ വൈദ്യുതി ഉപയോഗം എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ചൂട് കൂടിയത് കൊണ്ട് തന്നെ AC-യുടെ ഉപയോഗം, അതുപോലെ തന്നെ ഫാനിൻ്റെ ഉപയോഗം, ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാവരും വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിത്യജീവിത ചെലവ് ചുരുക്കാൻ സോളാർ നല്ലൊരു മാർഗ്ഗമാണ്. നല്ല സോളാർ ആഫ്റ്റർ സർവീസോട് കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പേയ്മെൻറ്റ് സോളാറുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബന്ധപ്പെടാം.